വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പം സംഭവം എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞുതരാം. ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 ഫുഡ്, അതായത് ഒരു മെയിൻ ഫുഡ് ഉണ്ടായിരിക്കും. 3 പേർക്കും നമ്മൾ ഒരുപോലെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്തിരിക്കുന്നത് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് ഫുഡാണ്. അപ്പം നമുക്ക് കിട്ടിയ മെയിൻ ഫുഡിനകത്ത് നമ്മൾ ഇത് ചിലപ്പോൾ ബിയേർഡ് ആവാം, ചിലപ്പോൾ നല്ലതാവാം, എന്തോ ആയിക്കണം, അത് കൂട്ടി നമ്മളിത് കഴിക്കണം. ഇനി കഴിക്കാതെ തുപ്പി കളയാ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇതുപോലത്തെ ഒരു പച്ചമുളക് കഴിക്കണം, അങ്ങനെ കളയുന്നവര്. അപ്പൊ നമുക്ക് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോക്സ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 3 ലോട്ട് ഉണ്ടാവും. ഇത് നമ്മൾ ലോട്ടിടും. ലോട്ടിട്ടിട്ട് ഇപ്പം ഇതിൽ 1, 2, 3 എഴുതിയിരിക്കുന്നതാണ് തന്നെ ഈ ബോക്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ 1, 2, 3 എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഈ ലോട്ട് ഇട്ടിട്ട് നമുക്ക് 1 ആണ് കിട്ടുന്നത്. നമുക്ക് ഇതിനകത്ത് 1 ബോക്സ് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ആളൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മളിപ്പം ഞാനാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് 3 എണ്ണം അറേഞ്ച്, അപ്പം എനിക്കറിയാം ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ മാറി നിൽക്കും. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെങ്കിലും, ഇപ്പം എൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഇത് ഷഫിൾ ചെയ്ത് വെക്കും. അതിനുശേഷമാണ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് അറിയത്തില്ല ഇതിനകത്ത് ഏതൊക്കെ ഫുഡാണ് ഉള്ളതെന്നുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സുഹാനാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചത്. ഞാൻ ഇത് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഇതെല്ലാം ഷഫിൾ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ, എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, അപ്പൊ ഗൈസ് നമ്മൾ ലോട്ട് ഇടാൻ പോവാണ്. അപ്പൊ സൈഹാണ് ആദ്യം ലോട്ട് ഇടുന്നത്. ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് 3 ആണ് കിട്ടിയത്. 3 1 2 1. അപ്പൊ നമുക്ക് ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് 3. ഞങ്ങൾ ഓപ്പോസിറ്റ് 1 അല്ലേ കിട്ടിയേ. ഓപ്പോസിറ്റ്. നിനക്ക് എത്ര? 2. അപ്പൊ അവക്ക് ഇതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് തുറന്നു നോക്കാം. എനിക്ക് 3 ആയിരുന്നേ. 3 2 3 1 3 1 സ്റ്റാർട്ട്. എനിക്ക് ടൊമാറ്റോ സോസ് കിട്ടിയത്. അയാൾക്ക് പാലാണ് കിട്ടിയത്. എനിക്ക് വെള്ളമാണ് കിട്ടിയത്. ഇത് എന്തുവാ, വെരി ടേസ്റ്റി, വിത്തൗട്ട് ടേസ്റ്റി, നോ ടേസ്റ്റി. മെയിൻ ഫുഡായിട്ട് നമുക്ക് ഓറിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സബ് വരുന്നത് പാല്, ടൊമാറ്റോ സോസ്, വെള്ളമായിരുന്നു. എനിക്ക് വെള്ളം, ഇവക്ക് പാല്, അവക്ക് ടൊമാറ്റോ സോസ്. ഇത് മൊത്തം തിന്നണം. ഈ 3 ഒരേ തിന്നണം. ഞാൻ എന്റെ കഴിച്ചു കഴിക്കും. വെള്ളമായിട്ട് വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല. അടുത്ത അവസാനമാണ് ഞാൻ തിന്നണം. മറ്റൊരാളെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത്രയ്ക്ക് ആഗ്രഹമാണ്. അവിടെ എക്സ്പ്രഷൻ കൊണ്ട് എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും. 3ാമത്തെ തവണയാണ് പാത്രം കാര്യം. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഒരെണ്ണം അത് ബുക്ക് ചെയ്യണം. മുന്നോട്ടെണ്ണം കഴിക്കണം. അവസാനം ഭയങ്കര ആത്മാർത്ഥത പുലർത്തുകയാണ്. ബുക്ക് ചെയ്യുന്നതാണ്. പച്ചമുളകാണ് തുപ്പിയ. നിനക്കും വരും അവസരം. സിനിമകളെല്ലാം സിമ്പിൾ ആണെന്ന് തോന്നുന്നു. അവിടെ 2 എണ്ണം കഴിച്ചു, ഇവിടെ മൊത്തം കഴിച്ചു, ഞാൻ മൊത്തം കഴിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് റൗണ്ട് നമ്പർ 2. റൗണ്ട് നമ്പർ 1. എനിക്ക് ഭയങ്കര ലെക്കാണ് ഗൈസ്. ചെയ്യാനാണ്
ഞാൻ രണ്ടാമത്തത് ആദ്യം കടിച്ചത് വലിയ സീനില്ലായിരുന്നു, അതുകൊണ്ട് രണ്ടാമത് ഒന്നുകൂടെ മുക്കി തിന്നെയാണ്. സൂപ്പർ. എങ്ങനെയുണ്ട്? ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പം അവളവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനാണ് സെക്കൻഡ് റൗണ്ട് ഷഫിൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് റൗണ്ട് കിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമുക്ക് സെക്കൻഡ് റൗണ്ടിലെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് പഴമാണ്. നമുക്ക് സബ് ഫുഡ് എന്തൊക്കെയാണെന്ന് പറയുന്നത് നമ്മൾ ലോട്ടിട്ട് നമ്മൾ ബോക്സ് എടുക്കണം. അപ്പൊ നമുക്ക് ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ലോട്ടിടാൻ പോവാണ്. എനിക്ക് വീണ്ടും 3 കിട്ടിയത്. എനിക്ക് 2 അവക്ക് എപ്പോഴും അവിടെ മുമ്പിലുള്ളത് തന്നെ കിട്ടും. ഇതെത്രയാണ്? ഇതാണ് 2. ഞങ്ങൾക്ക് വീണ്ടും ചലഞ്ച്. ഇതിലെന്താണോ അത് എനിക്ക്, ഇതിലെന്താണോ നമുക്ക് എപ്പോഴത്തെ പോലെ തന്നെ ലോട്ട്. സപ്പുട്ടായിട്ടുണ്ടായിരുന്നത് മീൻകറി. നല്ല എന്ത് ഈ കായൽ മീനുണ്ടല്ലോ, കോര, അതിട്ട് മീൻകറിയും നല്ല തേനും ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവക്ക് നേരത്തെ സങ്കടം തീർക്കാൻ അവക്ക് ഡയറി മിൽക്ക് കിട്ടി, എനിക്ക് നേരത്തെ സങ്കടം തീർക്കാൻ തേൻ കിട്ടി, അവക്ക് നേരത്തെ സന്തോഷം തീർക്കാൻ സങ്കടമായി മീൻകറി. നമുക്ക് ഇഷ്ടപ്പെടും കാണിച്ചു മുഴുവനായിട്ട് മുക്കി നല്ലോണം തിന്നു കേട്ടോ. ഗൈസ് നമുക്ക് തിന്നാം. സൂപ്പർ. അതിന് പിന്നെ എന്തുകൊണ്ടാലും തിന്നോളൂ. ഇത് കാട്ടുതേനാണ്. ഇത് നല്ല പട്ടവിടെ പോയപ്പോ ആപ്പി കൊണ്ടുവന്നതാണ്. ഇഷ്ടപ്പെടില്ല. ഇപ്പൊ അവക്ക് ബിയേഡ് കൊടുത്തിട്ട് അവള് സൂപ്പറായിട്ട് വന്നു. ഇപ്പൊ എനിക്ക് ഇതിനാണ് പാട്. സൈഡായി ഒന്ന് വേഗം തിന്നു. ഞാൻ മീൻകറി മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ട് ഗൈസ്. പഴത്തിൻ്റെ കൂടെ തിന്നപ്പോൾ ഇച്ചിരി ടേസ്റ്റോടുണ്ടായിരുന്നു, പക്ഷേ പറ്റില്ല. ഞാനാണ് ഫസ്റ്റ് വിന്നർ. ഞാൻ ആദ്യമേ കഴിഞ്ഞ റൗണ്ടിൽ എനിക്ക് ടൊമാറ്റോ സോസ് ആണ് കിട്ടിയത്. ബട്ട് ഈ റൗണ്ടിൽ നല്ല അടിപൊളി ഞാൻ ഡയറിമിൽക്ക് വിഷം ചേർത്തായിരുന്നു. വിമ്മ് ചേർത്ത് സത്യത്തിൽ വിമ്മ് ചേർത്തായിരുന്നു. എക്സ്പ്രഷൻ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് വീടാണ് കിട്ടിയത്. നല്ലത് കിട്ടിയത് സുഹാനയുടെ എക്സ്പ്രഷൻ നോക്കി. എനിക്ക് മറ്റേ തേനായിരുന്നു ഓക്കെ ആയിരുന്നു, കാട്ടുതേനായിരുന്നു. താങ്ക് യു ഗൈസ്. നമ്മള് സൈഹ ആണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ചാലഞ്ചിനകത്തൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഈ ചാലഞ്ചിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഈ ചാലഞ്ചിൽ വേറെ വരുന്നതെന്ന് വെച്ചാൽ സൈഹ, അഫ്സാന, അങ്ങനത്തെ ഒരാൾ ഇങ്ങനെയുണ്ടോ, അക്വിർക്ക. അപ്പൊ ഇവര് 3 പേരും കൂടാണ് 3ാം റൗണ്ട് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലെറ്റ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷഫിൾ ചെയ്യാൻ പോകുന്ന അക്വിർക്കാണ്. അതുപോലെ ഈ ചാലഞ്ചിൽ ഞാനില്ല, അക്വിർക്ക തന്നെയാണ് ചാലഞ്ചിൽ 3rd റൗണ്ട് ചാലഞ്ചിലേക്ക് കയറാൻ പോകുന്നത്. ലോട്ട് കാണിച്ചു. ഓക്കെ, ഇതൊക്കെ എപ്പോഴും അതാ കിട്ടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യണം. ആ
3, 2, 1. 3, 2, 1, set. Oh, guys, എനിക്ക് കുരുമുളക് പൊടിയാണ് കിട്ടിയത്. എനിക്ക് ഉപ്പ് ചാനായിക്കാണ് ഒന്നുമില്ല. ഞാൻ ഇതെങ്ങനെ തിന്നും? ഇത് ഞാൻ കഴിക്കണം. ആ ഉപ്പും കൂട്ടി. ഒരു മുട്ട കിട്ടി. കൊളസ്ട്രോളൊക്കെ വീട്ടിൽ പോയി ഇതിനകത്ത് ഒഴിക്കണം. അങ്ങനൊന്നുമില്ല. ഉപ്പ് കിട്ടിയവർ അതിലൊഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കണം. ഞാൻ പിടിച്ചുതരാം മന്ന. ഓടെ എന്നാ ഞാൻ തിന്നോളാം. പോ. അല്ല ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ഉപ്പിട്ടാൽ ആ അതായാലും മതി. ഇനി നിങ്ങളുടെ ഇഷ്ടം. Guys, എനിക്ക് കുരുമുളക് പൊടി ഒത്തിരി ഇടുന്നത് ഇഷ്ടമല്ല. പക്ഷെ ആദ്യം ഇത് മാറ്റി വയ്ക്കാം. ആ. Guys, എന്റെ മുട്ട ഞാൻ കുടിച്ചതാണ്. ഉപ്പിട്ടിട്ട് തിന്നോ? നീ തിന്നോ? ഉപ്പിടാൻ നല്ലോണം എടുക്കും. ഉപ്പ് കുറഞ്ഞു ഇച്ചിരി ഉപ്പും കൂടെ കിട്ടിയായിരുന്നു. കൊടുത്തോളൂ. ഉപ്പല്ലേ അത് കഴിക്കും. കഴിക്കട്ടെ. ആ പച്ചവെള്ളം അവസാന കടലിന്റെ വെള്ളം തീരെ വെള്ളത്തിന്റെ നടുക്കിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? മുട്ട എന്തായാലും കിട്ടി. ഇനി അടുത്ത സൈയാണ്. ഈ ഇതിനകത്ത് Guys, ഞാൻ കുരുമുളക് പൊടി ഇട്ട് mix ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കൊണ്ട് ചോദിച്ചത് ഞാൻ ഇല്ല. ഉപ്പും കുരുമുളകും കൂടി കിട്ടിയിട്ട് അത്ര എക്സ്പ്രഷൻ. അപ്പൊ എന്റെ അവസാനമുള്ള അവസ്ഥ കാരണം ഉപ്പില്ല, കുരുമുളകാണ്. ഞാൻ കാണിച്ചു. അങ്ങനെ mix ആക്കി. സനയുടെ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും അൾട്ടിമേറ്റ് ഫ്ലോപ്പ് ആയിരുന്നു. Third round. ആ തേർഡ് റൗണ്ട് ഇനി അടുത്ത മുട്ട വെക്കൂ. ഈ ഇല്ല. എനിക്ക് ഭയങ്കര ലെക്കാണ്. അടുത്ത മുട്ട ഇട്ടു. ഓ വാള് വെക്കും. ആളൊക്കെ പച്ചമുളക് തിന്നാണ്. കുടിച്ചോ? ഞാൻ ഇച്ചിരി കുരുമുളക് വായിക്കാം. അടിപൊളി. ആ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊന്നും പറയാനില്ല. മിയ മിയ പോയിസ്. ഓക്കെ അവസാനത്തെ അൾട്ടിമേറ്റ് ഫ്ലോപ്പ് ആയിരുന്നു. നമ്മൾ ഫോർത്ത് റൗണ്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫോർത്ത് റൗണ്ട് ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഫോർത്ത് റൗണ്ട് ഞാനുണ്ട് കേട്ടോ. അഫ്സാനാണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. നമ്മളിവിടെ മാറി നിൽക്കുകയാണ്. ഷഫിൾ ചെയ്യുന്നത് ഞാനാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, എൻ്റെ കണ്ണും വായും കണ്ണെല്ലാം ഇരിക്കുന്നുണ്ട്, എൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്. അത് കുരുമുളക് പൊടി കഴിച്ചതിൻ്റെ എഫക്റ്റ് ആണ്. അഫ്സാനൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. കിട്ടില്ല വരുന്നു. പച്ചമുട്ട ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്. ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫോർത്ത് റൗണ്ടിൽ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ലേസ് ആണ്. സബ് ഫുഡായിട്ട് വരുന്നത് വെളുത്തുള്ളി, പെപ്പർ, പിന്നെ ലേസ്. ലേസ് മാത്രം കഴിക്കാം. അപ്പം നമുക്ക് ലോട്ടിടാം. ആസ് യൂഷ്വൽ എനിക്ക് എപ്പോഴും കിട്ടാറുള്ള പോലെ നമ്പർ 3. എനിക്ക് as usual എനിക്ക് എപ്പോഴും കിട്ടുന്ന 2. ഇന്നും എന്നെ പഠിക്കും. എനിക്ക് വേറെ നമ്പേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലേ? അല്ല, ഒന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒന്ന് മാത്രമേ ഓക്കെ. എനിക്ക് ഫസ്റ്റ് റൗണ്ട് തൊട്ട് സെക്കൻഡ് റൗണ്ടിലും 3 ആയിരുന്നു. തേർഡ് റൗണ്ട് ഞാൻ ഇല്ലായിരുന്നു. ഓക്കെ, ഗൈസ് 3. അത് എല്ലാവരുടെയും ഓരോരോ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം. 3, 2, 3, 2, 1 സ്റ്റാർട്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. എനിക്ക് നോർമൽ. അയ്യോ, ചെറുതാക്കി. അപ്പൊ ഇതെങ്ങനെയായിരുന്നു? ഇതിനകത്ത് മുക്കി തിന്നണോ അതോ ഇതിനകത്ത് ഇട്ടിട്ട് എന്റെ ഇഷ്ടം. എനിക്ക് ഇഷ്ടമല്ല വെളുത്തുള്ളി. നല്ല ഇഷ്ടം. നിങ്ങൾ പച്ചമുളക് കഴിച്ചു നോക്ക്.
ഇതിന്റെ പച്ചമുളക് വെച്ചത്. അതെന്തോ അതൊന്നും പറ്റൂല. ആ ചെറുതെടുക്ക് ഇതിനകത്തേക്ക് വെക്ക്. ആ അങ്ങോട്ട് കഴിക്കും. ആ അങ്ങനൊന്നും പറ്റൂല. ഇഷ്ടമാണെങ്കിൽ വെക്കാം. അങ്ങനൊന്നും ഇല്ല. കഴിച്ചേ പറ്റൂ. ഞാൻ ഈ കുരുമുളക് പൊടിക്കകത്ത് മുക്കിയിട്ടാണ് കുരുമുളക് പൊടി. അത് പച്ചമുളകിനെ കാട്ടിയും നല്ല ഇതാണ് guys. കണ്ടല്ലോ ഇച്ചിരി എരിവുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് 5th റൗണ്ട്, അതായത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. അപ്പൊ ഇതുവരെ നമ്മുടെ പച്ചമുളകുകൾ രണ്ടും ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, ഒരു പണിയില്ലായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ 5th റൗണ്ട് ചെയ്യാം. കൊള്ളത്തില്ല. എനിക്ക് വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല, പച്ചമുളകും ഇഷ്ടമല്ല. വെളുത്തുള്ളി ഞാൻ എങ്ങനെയെങ്കിലാണ് കഴിച്ചത്. ഈ പച്ചമുളക് ഭയങ്കര എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് തന്നെ ഞാൻ വെളുത്തുള്ളി എങ്ങനെയൊക്കെ വെച്ചു. അതും കുഞ്ഞി പീസ്, വലിയ പീസ് സാധനം എടുക്കാൻ സമ്മതിച്ചില്ല. ഇത്രയുള്ള പീസ് ഇത്രയുള്ള എൻ്റെ കൂടെയാണ് ഞാൻ തിന്നത്. ഭയങ്കര കുളത്തില്ല, ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ആ മൂന്നാമത്തെ ഒന്നാമത്തെ റൗണ്ടിനെക്കാട്ടിയും സൂപ്പർ ആയിരുന്നു. ഇപ്പൊ സുഹാനാത്തിയാണ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. നമ്മള് ഇവിടെ മാറി നിൽക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് റൗണ്ട്, അതായത് നമ്മുടെ 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 5th റൗണ്ടിലെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. വെള്ളം, പ്യുവർ വാട്ടർ ആണ്. സബ് ഫുഡായിട്ട് വരുന്നത് ടാങ്കും ഷുഗറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൗഡർ, പിന്നെ അതുപോലെ പാൽപ്പൊടി, പിന്നെ നെക്സ്റ്റ് വരുന്നത് ലെമൺ നമ്മൾ ലെമൺ സ്ക്വീസ് ചെയ്യുന്ന സാധനം വെച്ചിട്ട് കണ്ടല്ലേ, ഇത് വെച്ചിട്ട് പിഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കുടിക്കണം. അപ്പൊ നമ്മുടെ പച്ചമുളക് ഇപ്പോഴും വെയിറ്റിംഗ് ആണ്, ഇതുവരെ ആരും തൊട്ടിട്ടില്ല. ഈ റൗണ്ടിലെങ്കിലും ആരെങ്കിലും തൊടുവെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോട്ട് ഇടാൻ പോവാണ്. ലോട്ട് ഇടുവാണ്. എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് 3 കിട്ടുന്നു. എനിക്ക് 1 കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെയും 3 ആണ് കിട്ടിയത്, ഇപ്പോഴാണ് 1 കിട്ടിയത്. എന്താ ഒഴിവിളി. എന്റെ ഫ്രണ്ട് ഇരിക്കുന്നതാണ് 3. അവക്ക് എപ്പോഴും ഫ്രണ്ട് കിട്ടും. 1 ആണോ? ഞങ്ങൾക്ക് സ്വിച്ചിങ്. ഞങ്ങൾക്ക് നേരത്തെ റൗണ്ടിൽ മാത്രമല്ലായിരുന്നു സ്വിച്ചിങ്, അല്ലാത്തതല്ല എല്ലാ റൗണ്ടിലും. 3, 2, 1 സ്റ്റാർട്ട്. എനിക്ക് ചിലപ്പോ മധുരിച്ചുകൊണ്ട് ഭയങ്കര പൊളിയാണ്. അഫ്സാന ഇത്രയും ബിയേർഡ് ആയിട്ടുള്ളത് തോന്നി അവളാ കഴിച്ചത്. എനിക്ക് സൈകം വലിയ പ്രശ്നമൊന്നുമില്ല. സൈകം നേരത്തെ വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നല്ല ബിയേർഡായിരുന്നു, അല്ലാതെ ഇതുവരെ പ്രശ്നമൊന്നും വന്നില്ല. എനിക്ക് ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവസാനം അടുത്ത് പറഞ്ഞായിരുന്നു, പാൽപ്പൊടി കിട്ടുന്നവര് ഇന്ന് വാള് വെക്കും, മിക്കാതെ എനിക്കായിരിക്കും, ഇത് എനിക്കുള്ളതാണ്. അത് പോലെ എന്റെ മനസ്സറിഞ്ഞു കേട്ടോ. താങ്ക് യു. അവള് നാരങ്ങയിട്ട് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞു, അവള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Now is my turn. നിങ്ങൾ കുടിച്ചു, എന്റെ എക്സ്പ്രഷൻ കാണും. ഇഷ്ടപ്പെട്ടു ചെറിയൊരു പുളിയാണ്. ഞാനിത് മിക്സ് ചെയ്ത് നോക്കാപ്പോഴത്തേക്ക് ഞാൻ എന്റെ ആത്മാർത്ഥത പുലർത്തി ഫുള്ള് തട്ടിയിട്ടുണ്ട്. പക്ഷെ അവസാനം മാത്രം പുലർത്തിയില്ല. മിക്സ് ചെയ്യാൻ ഭയങ്കര തട്ടി പിടിക്കും ഗൈസ്. മിക്സ് ചെയ്യണം. പച്ച
പാല് കുടിക്കണ പോലെ ഇരിക്കും. സൂപ്പർ. ഇതിപ്പോ വയസ്സാനെ കുടിച്ചാൽ 3, 2. ഇതിപ്പോ പച്ച മുട്ട കുടിക്കുന്നതിനേക്കാളും ബിയേർഡായിരിക്കും ഞാൻ ഇത് കുടിക്കണത്. കറക്റ്റ് പാലായി കറക്റ്റ്. എനിക്കങ്ങനുണ്ട്. നമ്മൾ സുഹാനയുടെ എക്സ്പ്രഷൻ ക്ലോസിൽ എടുക്കാൻ പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. തുപ്പിയ പച്ചമുളക് മാറ്റി ഞങ്ങൾക്ക് എക്സ്പ്രഷൻ കാണണം. തുപ്പി പച്ചമുളക് തുപ്പില്ല പാൽപ്പൊടി പച്ചക്ക് നിന്ന കുട്ടിയാണ് ഗൈസ്. ഗൈസ് സുഹാനക്ക് വോമിറ്റിംഗ്. സുഹാന പച്ചമുളക് തിന്നടി. അതിനും പേരുന്ന പച്ചമുളകാ. ഇത്രയും കുടിച്ച് എനിക്ക് അതുകൂടെ കുടിക്കാനാണോ പാട്? ഈ പച്ചമുളക് പകുതി തിന്നണ ഇത് പകുതി കുടിച്ചെന്തിനാ പിന്നെ? കുട്ടി സ്റ്റാർട്ട്. സുഹാനയുടെ കപ്പ് കാണിച്ചു തരാം. ചിരിയും കൂടെ ഉണ്ടോ? അതോടാ കൂടി. ഓക്കെ ഇനി നമുക്ക് കപ്പ് നോക്കാം. എൻ്റെ സുഹാനയുടെ കപ്പിൽ ഇച്ചിരി ഉണ്ടോ? പക്ഷെ കോട്ടെ വെളുത്തുള്ളി മുഴുവനും കഴിപ്പിക്കണ്ട. അവളെ കൊണ്ട് ഞാൻ 2 പീസ് കഴിപ്പിച്ചോളൂ. അത് ലേസിനകത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നു. എനിക്കത് മൊത്തം കഴിപ്പിക്കാം. ഞാൻ കഴിച്ചത് ഇത്ര ആത്മാർത്ഥ കാണിക്കുന്നത്. ഗൈസ് ഓക്കെ സുഹാന ബൈ പറയൂ. കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. അത്ര ഫ്ലോപ്പായി. ഞാൻ ഇതുപോലെ ഞാൻ കഴിച്ചിട്ടില്ല. ഈ ബിയേർഡ് ഫുഡ് ചാലഞ്ച് ഒക്കെ ചെയ്യുന്നവർ സമ്മതിക്കണം. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഞാൻ ബിയേർഡ് വന്നെങ്കിൽ ബിയേർഡല്ല ഇതിൽ തേന് നല്ലതാണെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് അതായിരുന്നു തോന്നുന്നു ഏറ്റവും ബിയേർഡ്. പക്ഷെ അതും ഓക്കെ ആയിരുന്നു. പക്ഷെ ഇത് സൂപ്പറാണ്. കഴിച്ചു നോക്കുക. കിട്ടിലൻ ബൊബ്ബാണ്. എനിക്കിപ്പോഴും തികട്ടി വരുന്നു. കൊള്ളത്തില്ല. ഗൈസ് എൻ്റെ 2ാമത്തെ റൗണ്ടും 5ാമത്തെ റൗണ്ടും സൂപ്പറായിരുന്നു. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി ഒരു ചെബ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ എൻ്റെത് ഇത് ഉമ്മിച്ച് ചൂട് വെള്ളത്തിൽ നാരങ്ങ പിന്നെ കൊണ്ട് തരാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ചെറിയൊരു അപ്പൊ ഗൈസ് അത്ര ഉള്ളായിരുന്നു ഇന്നത്തെ ചാലഞ്ച്. നമ്മൾക്ക് 5 റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടും, ഫോർത്ത് റൗണ്ട്, തേർഡ് റൗണ്ട് ആയില്ലായിരുന്നു. ഫോർത്ത് റൗണ്ടും എൻ്റെ ഓക്കെ ആയിരുന്നു. എനിക്ക് ലേസ് അങ്ങനെ ഇഷ്ടമല്ല, എന്നാലും ഓക്കെ ആയിരുന്നു. 3 റൗണ്ടും ഒന്നും നല്ലതായിട്ട് എനിക്ക് കിട്ടിയില്ല. ഇല്ലല്ലോ സെക്കൻഡ് റൗണ്ട് ഇല്ല, ഫസ്റ്റ് റൗണ്ടും ഇല്ല, എനിക്ക് നല്ലതായിട്ടൊന്നും കിട്ടിയില്ല. ലേസിനകത്ത് ഏറ്റവും നല്ല എനിക്കാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് ലേസ് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഫ്ലോപ്പായിരുന്നു. പിന്നെ ഇപ്പം കിട്ടിയത് ഇപ്പോഴും നാക്കിന്ന് ചെവ പോകുന്നില്ല. അത്രയ്ക്കും ബിയേർഡായിരുന്നു. എൻ്റെ കണ്ണിക്കൂടെ മുഖിക്കൂടെയൊക്കെ വെള്ളം വരുന്നു. അത്രയ്ക്ക് ബിയേർഡായിരുന്നു. അപ്പം കൊള്ളാം. ഇങ്ങനെയൊക്കെ ചാലഞ്ച് ചെയ്ത് നോക്കുമ്പം വെറൈറ്റി ഓരോ കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റും. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ പണി അടിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണ് തെപ്പോടെ കൊണ്ടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ. ഓക്കെ.